ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഞാൻ വീഡിയോക്ക് വേണ്ടി എടുത്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് അത് വീഡിയോ ചെയ്താലോ എന്ന് ആലോചിച്ചത്. ഞാൻ ഇടക്കിടക്ക് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ ഇത് ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നല്ല കേട്ടോ, നല്ലൊരു അടിപൊളി ഡെസേർട്ടാണ് ക്യാരറ്റ് ഹൽവേൻ്റെ കൂടെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷനായിട്ട് ഇങ്ങനെ ഒരു കോംബോയിൽ ഇത് കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ക്യാരറ്റ് ഹൽവ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഫെമിലിയർ ആണല്ലേ, പക്ഷേ അതിനോടൊപ്പം നമ്മുടെ വാനില ഐസ്ക്രീമും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ്, അത് ഈ ക്യാരറ്റ് ഹൽവേനെ വേറൊരു ലെവലിലാക്കി കേട്ടോ. അപ്പം വേറെ തന്നെ ഒരു ഡെസേർട്ടാക്കി മാറ്റും. അങ്ങനെ കഴിച്ചിട്ടില്ലാത്തവർ, അല്ലെങ്കിൽ കഴിച്ചിട്ടുള്ളവർക്ക് നന്നായിട്ടറിയാം, കഴിച്ചിട്ടില്ലാത്തവരൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ. ഞാനിന്നിപ്പം ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിനൊപ്പമാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. വാനില ഐസ്ക്രീമാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. സാധാരണ നമ്മൾ ഹൽവ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഉണ്ടാക്കുക, പക്ഷേ എന്നിട്ട് നമ്മൾ ഐസ്ക്രീമിനൊപ്പം കഴിക്കാൻ കിഡു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്തവർ അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം. അപ്പോൾ ഞാനിങ്ങനെയാണ് കഴിച്ച് നോക്കുന്നത്. ഇത് ബട്ടർ സ്കോച്ച് ഐസ്ക്രീമാണ് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്കെന്നല്ല, മധുരപ്രിയന്മാർക്ക് എന്തായാലും ഈ ഒരു കോംബോ, അതായത് കഴിച്ചിട്ടില്ലാത്തവരുടെ കാര്യമാണ് പറയണത്. കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ കഴിച്ചിട്ടില്ലാത്തവർ ഒരു തവണ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും കല്യാണത്തിനൊക്കെ നാട്ടിലിപ്പം ക്യാരറ്റ് ഹൽവ സെർവ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനോ ഐസ്ക്രീമും ഒക്കെ കല്യാണത്തിന് സെർവ് ചെയ്യുന്നത് തന്നെയാണല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും കിടുക്കൻ സംഭവമാണ്. അപ്പോൾ ഞാനങ്ങനെ ഡീറ്റെയിൽഡായിട്ടൊന്നും എടുത്തിട്ടില്ല, എന്നാലും ഞാനിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ക്യാരറ്റ് ഏകദേശം 1.5 കിലോ ക്യാരറ്റ് കഴുകി തൊലിയൊക്കെ ചിരണ്ടി കളഞ്ഞിട്ട് നമ്മൾ ഗ്രേറ്ററിൽ ചെറുതായിട്ട് ഇതേ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ തുടങ്ങി വെച്ചത്. അപ്പോൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ കാണിച്ചാലോ എന്ന് തോന്നി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സാധാരണ ഒരു ചെറിയ ഗ്രേറ്ററിൽ നമ്മളിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട്, ഇതിപ്പോൾ 1.5 കിലോ ആയതുകൊണ്ട് അത്യാവശ്യം നല്ലോണം ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു 7 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതല്ല വലിയ കടായിലാക്കിയാൽ അങ്ങനെയും മതിയാവും. ഞാൻ എപ്പോഴും കുക്കറിലാണ് കേട്ടോ ആക്കുക. ഒരു 4-5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ചിരണ്ടി എടുത്ത നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കും കേട്ടോ. ഒരു 5 മിനിറ്റോളം ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടും. എന്നിട്ട് നന്നായി വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റ വിസിലൊന്ന് വേവിച്ചെടുക്കും. വെള്ളമൊന്നും ചേർക്കണ്ട, ക്യാരറ്റിലുള്ള വെള്ളം തന്നെ മതിയാവും. അപ്പം ഞാനത് ഓൾറെഡി അങ്ങനെ ചെയ്തതാണ് ഇപ്പോൾ ഈ കാണുന്നത്. കാരണം ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നമ്മൾ നന്നായി ഒരു 5 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അങ്ങനെ അടച്ച് വെക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കും. കാരണം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഈ ക്യാരറ്റ് അറിയാമല്ലോ, നമ്മൾ ഹൽവ ഉണ്ടാക്കുന്ന ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു ക്യാരറ്റാണ്, അത് വെറും വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ടേസ്റ്റിന് വേണ്ടി ഞാനൊരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ടായിരുന്നു ഒറ്റ വിസിലിന് വേവിച്ചെടുത്തത്. പ്രഷർ പോയി കഴിഞ്ഞതിന് ശേഷം അത് തുറന്നിട്ട് അതിനകത്തോട്ടേക്ക് ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര നന്നായി അലിഞ്ഞ് കഴിയണം. എന്നിട്ട് അതിലത്തെ വെള്ളമൊക്കെ വറ്റിയെടുക്കണം കേട്ടോ. അപ്പം ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഈ പാല്, മിൽക്ക് മെയ്ഡ് ഇതൊക്കെ ഞാൻ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, നെയ്യിൽ വഴറ്റി കഴിഞ്ഞ ഉടനെ നമ്മൾ ജസ്റ്റ് അങ്ങനെ കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒറ്റ വിസിലെടുത്താൽ മതി. ആ ക്യാരറ്റിന് നല്ല വെള്ളം ഉള്ളതുകൊണ്ട് അങ്ങനെ തന്നെ വേവും. പക്ഷേ ഞാനത് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് വേവിച്ചു എന്ന് മാത്രം. പിന്നെ പഞ്ചസാര ചേർത്ത് നന്നായി വരട്ടിയ ശേഷം ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു. എന്നിട്ട് അതെല്ലാം നന്നായി ഒന്ന് വരട്ടിയെടുത്തിട്ട് വന്നു. ഇനി ഇത് അത്യാവശ്യം നല്ല അളവിൽ നെയ്യിൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാമാണ് കേട്ടോ ഞാൻ കൂടുതലിട്ടിരിക്കുന്നത്. അതൊക്കെ ഒന്ന് വഴറ്റിയിട്ട് നേരെ അത് നല്ലോണം ആ നെയ്യോടുകൂടി ചേർത്ത് നന്നായി ഒന്ന് വരട്ടിയെടുക്കേ വേണ്ടുള്ളൂ. നമ്മുടെ ഹൽവ ഇത്രയേ ഉള്ളൂ കേട്ടോ. നന്നായി വരട്ടിയെടുക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിത് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം നല്ല അളവിൽ ഞാൻ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കേ വേണ്ടുള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ ക്യാരറ്റ് ഹൽവ. പെട്ടെന്ന് ആ ചിരണ്ടി എടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ കേട്ടോ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മധുരപ്രിയർക്കാണെങ്കിൽ ഇത് ഇത്ര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഭയങ്കര നല്ലതല്ലേ. അത്രയും ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇത് നന്നായി വരട്ടിയെടുത്ത് നന്നായി തണുത്ത് കഴിയുമ്പോൾ കഴിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. ചിലർ ചൂടോടുകൂടി കഴിക്കുന്നുണ്ട്, പക്ഷേ ചൂടോടുകൂടി കഴിക്കുന്നതിനേക്കാളും തണുത്ത് കഴിഞ്ഞതിന് ശേഷം കഴിക്കുന്നതാണ് ഇഷ്ടം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാവാം, അല്ലെങ്കിൽ നന്നായി ആറിക്കഴിഞ്ഞതിന് ശേഷം. ഇതിപ്പോൾ നന്നായി ഒന്ന് ആറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഡെലീഷ്യസ്. അപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ ഇങ്ങനെ തന്നെ കഴിക്കും. അവർക്ക് ഇങ്ങനെ കഴിക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓപ്ഷണലായിട്ടാണ് അവർ ഐസ്ക്രീം ചേർത്ത് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു.